കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സെപ്റ്റംബർ 5-ന് തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഈ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം വീതം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV വരിക്കാരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഏകദിന സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം വീതം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV വരിക്കാരെ കണ്ടെത്തുകയാണ് കൺവെൻഷന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 1500 കേബിൾ TV സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള 5ാമത്തെ സേവനദാതാവായി കേരള വിഷൻ ഡിജിറ്റൽ TVയും 7ാമതെത്തിയ കേരള വിഷൻ ബ്രോഡ്ബാൻഡും സംസ്ഥാനത്ത് 1ാമതെത്തിയത് ഈ സംരംഭകത്വ മാതൃകയുടെ ഫലമായിട്ടാണ്. ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിൽ BSNL കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഫൈബർ വഴി ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിച്ചതും ഈ സംസ്ഥാനത്തു മാത്രം പ്രവർത്തിക്കുന്ന കേരള വിഷനാണ്. കേരള സമൂഹത്തിന്റെ വിശ്വാസവും അകമഴിഞ്ഞ പിന്തുണയും നേടാൻ കേരള വിഷന് സാധിച്ചതുകൊണ്ടാണ് രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന വൻ മൂലധന കമ്പനികളുടെ കടുത്ത മത്സരങ്ങളെ അതിജീവിച്ചുകൊണ്ട് COAയുടെ സംരംഭങ്ങൾക്ക് ഈ നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞതെന്നും COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ, KCCL MD PP സുരേഷ് കുമാർ, ഇൻഫോമീഡിയ മാനേജിംഗ് എഡിറ്റർ KV രാജൻ, COA തൃശൂർ ജില്ലാ സെക്രട്ടറി P ആന്റണി എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂർ MLA K ബാലചന്ദ്രൻ കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമിന്റെ കൊമേഴ്സ്യൽ ലോഞ്ചിംഗ് നിർവഹിക്കും. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ആശംസാ പ്രസംഗം നടത്തും. ഇസാബ് ബാങ്കിന്റെ MD പോൾ തോമസ് സംരംഭകർക്ക് മുന്നിലുള്ള വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ സംസാരിക്കും. കേരള വിഷൻ ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പാക്കിയ ആധുനികവൽക്കരണങ്ങളും ഫീച്ചറുകളും കൺവെൻഷൻ ചർച്ച ചെയ്യും. ഇതോടൊപ്പം സംരംഭകർക്കായുള്ള ബിസിനസ് ടെക്നിക്കൽ പ്രസന്റേഷനുകളും ഉണ്ടായിരിക്കും. പ്രവേശനം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ.